ഹായ് സ്റ്റുഡൻസ്, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്യുവർ റൊട്ടേഷനാണ് ഡിസ്കസ് ചെയ്തത്. അതിന് ചില എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അറ്റ്വുഡ്സ് മെഷീനും സിമ്പിൾ പെൻഡുലവും ഫിസിക്കൽ പെൻഡുലും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പ്യുവർ റൊട്ടേഷൻ എന്തായിരുന്നു? ഒരു ഫിക്സഡ് ആക്സിസ് റൊട്ടേഷനാണ് അല്ലേ, അതായത് എ സിംഗിൾ ആക്സിന് അബൌട്ടായിട്ടുള്ള റൊട്ടേഷനാണ്. മാത്രമല്ല ആ ആക്സിന് അബൌട്ടായിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ആ ആക്സിസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല അല്ലേ, ആ ആക്സിസ് അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്. ഫിക്സഡ് ആക്സിസ് റൊട്ടേഷനുമാണ്. ആ ആക്സിസ് അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയുമാണെങ്കിൽ, ട്രാൻസ്ലേഷൻ ഇല്ലാതെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയുമാണെങ്കിൽ അത്തരം റൊട്ടേഷനെയാണ് നമ്മൾ പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിന് അബൌട്ടായിട്ടുള്ള ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ അല്ലെങ്കിൽ പ്യുവർ റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദാറ്റ് ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് I0 ഒമേഗ ആയിരിക്കും കിട്ടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. I ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ആംഗുലാർ മൊമെൻറ്റം ആയിരിക്കും പ്യുവർ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ഒബ്ജക്റ്റിന് ഉണ്ടാവുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിന് അബൌട്ടായിട്ടാണ് പ്യുവർ റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ I0 ഒമേഗ ആയിരിക്കും ആംഗുലാർ മൊമെൻറ്റം, where I0 is the moment of inertia about axis passing through the center of mass, omega angular velocity. പക്ഷേ നമ്മൾ മറ്റൊരു ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണ്. പക്ഷേ ആ ഫിക്സഡ് ആക്സിസ് റൊട്ടേഷനിൽ ആക്സിസ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ പറയണത്. അപ്പോൾ ആക്സിസ് സിംഗിൾ ആക്സിന് അബൌട്ടായിട്ടുള്ള റൊട്ടേഷൻ തന്നെയാണ്, പക്ഷേ ആക്സിസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്യുവർ റൊട്ടേഷൻ അല്ല, ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ ആണ്, എന്നാൽ എന്തല്ല, പ്യുവർ റൊട്ടേഷൻ അല്ല അല്ലേ. അപ്പോൾ അത്തരം ഒരു റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്സിസ് പാസ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് മാസിലൂടെ ആണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് I0 ഒമേഗ ആയിരിക്കില്ല. പ്യുവർ റൊട്ടേഷൻ പോലെ I0 ഒമേഗ ആയിരിക്കില്ല, പകരം I0 ഒമേഗ പ്ലസ് R ക്രോസ് MV ആയിരിക്കും. അപ്പോൾ നോക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ ഇൻവോൾവിങ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഫിക്സഡ് ആക്സിസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരം റൊട്ടേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് എന്താ കിട്ടുക? L is equal to I0 ഒമേഗ പ്ലസ് R ക്രോസ് MV എന്ന് കിട്ടും അല്ലേ. ഇവിടെ ഓരോന്നും എന്താ നോക്കുക, I0 ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ഒബ്ജക്റ്റ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടായിട്ട് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ആംഗുലാർ മൊമെൻറ്റം ആണ് I0 ഒമേഗ. I0 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ഇനി R ക്രോസ് MV എന്താണ്? ഈ R എന്ന് പറയുന്നത് നമുക്കറിയാലോ, പൊസിഷൻ വെക്റ്റർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. VO വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. MO മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. R ക്രോസ് MV അപ്പോൾ എന്താണ്? MV എന്താണ്? മൊമെൻ്റ് അല്ലേ. അപ്പോൾ R ക്രോസ് P ആണിത് അല്ലേ. അതായത് ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി V. അതായത് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആ ഫിക്സഡ് ആക്സിസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ കാരണം ഉണ്ടാവുന്ന ആംഗുലാർ മൊമെൻ്റ് ആണ്. ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി V. അപ്പോൾ ഇനി ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം ഇത്തരം ഒരു മോഷനിൽ, മോഷൻ ഇൻവോൾവിങ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ആ ഒരു കേസിൽ L is equal to I0 ഒമേഗ പ്ലസ് R ക്രോസ് MV ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആ പ്രൂഫ് നമുക്ക് നോക്കാം. മോഷൻ ഇൻവോൾവിങ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷനിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം L is equal to I0 ഒമേഗ പ്ലസ് R ക്രോസ് MV ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നു, ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആക്സ് ഓഫ് റൊട്ടേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് മോഷനും ഇവിടെ ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ഇവിടെ ഈ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഞാൻ ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ. അതിൽ ഒരു പാർട്ടിക്കിൾ ഇവിടെ കൺസിഡർ ചെയ്തു, ജേത്ത് പാർട്ടിക്കിളാണത്. ഓക്കെ, ഞാനിതിനൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. ആ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒറിജിനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കാം. അത് വെക്ടർ R ആണ്. ജേത്ത് പാർട്ടിക്കിളിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ വരച്ചിരിക്കുന്നു, അത് എത്രയാണ്? വെക്ടർ RJ ആണ്. ഓക്കെ, പിന്നെ നോക്കുക, സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ജേത്ത് പാർട്ടിക്കിളിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ വരയ്ക്കാം. അത് വെക്ടർ RJ ഡാഷ് ആണ്. അപ്പോൾ നോക്കുക, വെക്ടർ ക്യാപിറ്റൽ R പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, വെക്ടർ
സ്മോൾ ആർ ജെ പൊസിഷൻ വെക്ടർ ഓഫ് ദ jth പാർട്ടിക്കിൾ, വെക്ടർ ആർ ജെ ഡാഷ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഫ്രം സെന്റർ ഓഫ് മാസ് ടു ദ jth പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാണിച്ചു. ഇനി ഇവിടെ നോക്കുക, ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ എനിക്ക് അല്ലേ. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? വെക്ടർ ആർ ജെ is equal to ആർ ജെ ഡാഷ് പ്ലസ് ആർ എന്ന് കിട്ടും അല്ലേ. വെക്ടർ ആർ ജെ is equal to ആർ ജെ ഡാഷ് പ്ലസ് ആർ. ഇനി ഞാനിതിന് എന്ത് ചെയ്യാന്നറിയോ? ടി വെച്ചിട്ട് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ആർ ജെ ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ആർ ജെ ബൈ ഡി ടി ആണ്. അതിനെ എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ആർ ജെ ഡോട്ട് എന്ന് എഴുതാം അല്ലേ. ആർ ജെ ഡാഷ് ഡി ആർ ജെ ഡാഷ് ബൈ ഡി ടി ആണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ ആർ ജെ ഡാഷ് ഡോട്ട് എന്ന് എഴുതാം. ഡി ആർ ബൈ ഡി ടി ആർ ഡോട്ട് എന്ന് എഴുതാം. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ആംഗുലാർ മൊമെന്റം ഓഫ് ദ jth പാർട്ടിക്കിൾ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ആംഗുലാർ മൊമെന്റം ഓഫ് ദ jth പാർട്ടിക്കിൾ എത്രയാണ് വരിക? എൽ ജെ is equal to ആർ ജെ ക്രോസ് എം ജെ വി ജെ ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ വരിക? ആർ ജെ ക്രോസ് എം ജെ വി ജെ. വി ജെക്ക് എനിക്ക് എന്ത് എഴുതാം? ആർ ജെ ഡോട്ട് എന്ന് എഴുതാം അല്ലേ. വി ജെ എന്ന് പറയുന്നത് എന്താണ്? ഡി ആർ ജെ ബൈ ഡി ടി ആണ്. അതിനെ ആർ ജെ ഡോട്ട് എന്ന് കൊടുക്കാം. ഇനി നോക്കുക, ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എൽ ജെ is equal to ആർ ജെ ക്രോസ് എം ജെ വി ആർ ജെ ഡോട്ട് എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആംഗുലാർ മൊമെന്റം ഓഫ് ദ jth പാർട്ടിക്കിൾ എൽ ജെ is equal to ആർ ജെയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ആർ ജെ ഡാഷ് പ്ലസ് ആർ എന്ന് കൊടുത്തിരിക്കുന്നു. ക്രോസ് എം ജെ അതുപോലെ തന്നെ എഴുതി. ആർ ജെ ഡോട്ട് അല്ലേ. ആർ ജെ ഡോട്ടിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം? ആർ ജെ ഡാഷ് ഡോട്ട് പ്ലസ് ആർ ഡോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ ജെ is equal to ആർ ജെ ഡാഷ് പ്ലസ് ആർ ക്രോസ് എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് പ്ലസ് ആർ ഡോട്ട് എന്ന് കിട്ടി. ഇത് jth പാർട്ടിക്കിളിൻ്റെ മാത്രം ആംഗുലാർ മൊമെന്റം ആണ്. ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓരോ പാർട്ടിക്കിളിൻ്റെയും ആംഗുലാർ മൊമെന്റം കണ്ടിട്ട് എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ സമ്മേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. ടോട്ടൽ ആംഗുലാർ മൊമെന്റം കാണാൻ വെക്ടർ L is equal to സിഗ്മ j is equal to 1 to n എൽ ജെ ആയിരിക്കും അല്ലേ. ഒന്നാമത്തെ പാർട്ടിക്കിൾ മുതൽ nth പാർട്ടിക്കിൾ വരെ ഓരോന്നിൻ്റെയും ആംഗുലാർ മൊമെന്റം കണ്ടിട്ട് എല്ലാം കൂടി സം ചെയ്യാണ്. അപ്പോൾ സമ്മേഷൻ ഇങ്ങനെ വരും. സിഗ്മ j is equal to 1 to n എൽ ജെ. എൽ ജെയുടെ സ്ഥാനത്ത് എനിക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ, ഈ സംഭവം. അപ്പോൾ എന്ത് വരും? L is equal to സിഗ്മ j is equal to 1 to n ഇത് ആർ ജെ ഡാഷ് പ്ലസ് ആർ ക്രോസ് എം ജെ. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. അതായത് എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് പ്ലസ് ആർ ഡോട്ട് എന്നുള്ളതിനെ എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് പ്ലസ് എം ജെ ആർ ഡോട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൊത്തം നമുക്ക് L is equal to സിഗ്മ j is equal to 1 to n ആർ ജെ ഡാഷ് പ്ലസ് ആർ ക്രോസ് എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് പ്ലസ് എം ജെ ആർ ഡോട്ട് എന്ന് കിട്ടുന്നു. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലെ ഈ ഒരു ടേം ഏത്? ഈ മൂന്നാമത്തെ ഒരു ടേം ഉണ്ടല്ലോ, അതായത് സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡോട്ട് എന്ന് പറയുന്ന ടേം, അത് ഞാനൊന്ന് കണ്ടുപിടിക്കുക. സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡോട്ട്. ഓക്കെ, സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആർ ജെ ഡോട്ട് ആർ ജെ ഡാഷ് ഡോട്ടാണേ. ഇവിടെ നോക്കുക, ഈ ഒരു ടേം സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരെ? ഈ ആർ ജെ ഡാഷ് ഡോട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആർ ജെ ഡോട്ട് എന്ന് പറയുന്നത് ആർ ജെ ഡാഷ് ഡോട്ട് പ്ലസ് ആർ ഡോട്ട് ആണ്. അപ്പോൾ ആർ ജെ ഡാഷ് ഡോട്ട് എന്ത് വരും? ആർ ജെ ഡോട്ട് മൈനസ് ആർ ഡോട്ട് എന്ന് വരും അല്ലേ. ആർ ജെ ഡോട്ട് മൈനസ് ആർ ഡോട്ട് അല്ലേ. അപ്പോൾ ഞാനത് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡോട്ട് മൈനസ് എം ജെ ആർ ഡോട്ട് എന്ന് വരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡോട്ട്. ആർ ജെ ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അത് വി ജെ ആണ്, വെലോസിറ്റി ഓഫ് ദ jth പാർട്ടിക്കിൾ ആണ് അല്ലേ. അപ്പോൾ സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡോട്ട് എന്ന് പറയുന്നത് സിഗ്മ j is equal to 1 to n എം ജെ വി ജെ ആണ്. സിഗ്മ j is equal to 1 to n എം ജെ വി ജെ നമുക്കറിയാം എം വി ആണ്. എം എന്താണ്? മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. വി എന്താണ്? വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ്. അപ്പോൾ സിഗ്മ j is equal to 1 to n എം ജെ വി ജെ is equal to എം വി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ സെന്റർ ഓഫ് മാസ് ഡിസ്കസ് ചെയ്തപ്പോൾ. അപ്പോൾ ഈ സാധനം സിഗ്മ j is equal to 1 to n എം ജെ ആർ ജെ ഡോട്ട് എന്ന് പറയുന്നത് എം വി എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ സിഗ്മ j is equal to 1 to n എം ജെ ആർ ഡോട്ട് എന്താ കിട്ടുക? അതും എം വി ആണ് കിട്ടുക. കാരണം സിഗ്മ j is equal to 1 to n എം ജെ എന്ന് പറയുന്നത് എം ആണ്, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ആർ ഡോട്ട് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ് ആണ്, അത് വി ആണ്. അപ്പോൾ ഇത് രണ്ടും, ഇതും എം വി ആണ്, ഇതും എം വി ആണ്. അപ്പോൾ എം വി മൈനസ് എം വി
സീറോ ആയിരിക്കും. ഈ ഒരു ടേം സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് എന്ന് പറയുന്നത് എം ബി മൈനസ് എം ബി നമുക്ക് എത്ര കിട്ടുന്നത്? സീറോ. അപ്പോൾ ഈ ടേം പോയി, നമ്മുടെ എക്സ്പ്രഷനിൽ നിന്ന് ഈ ഒരു ടേം പോയിരിക്കുകയാണ്. ബാക്കി അപ്പോൾ എന്തേ ഉള്ളൂ? സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n ആർ ജെ ഡാഷ് പ്ലസ് ആർ ക്രോസ് എം ജെ ആർ ഡോട്ട്, അത്രയേ ഉള്ളൂ അല്ലേ? ഈ ടേം പോയി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 3 എം ജെ ആർ ജെ ഡാഷ് ഡോട്ട് പോയി, ബാക്കി എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n ആർ ജെ ഡാഷ് ക്രോസ് എം ജെ ആർ ഡോട്ട് ഉണ്ടാവും പ്ലസ് ആർ ക്രോസ് എം ജെ ആർ ഡോട്ട് ഉണ്ടാവും. ആർ ക്രോസ് എം ജെ ആർ ഡോട്ട് അല്ലേ? ഇനി ഇവിടെ വെക്റ്റർ ആർ ഡോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാലോ വി ആണ്, വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n ആർ ജെ ഡാഷ് ക്രോസ് എം ജെ വി പ്ലസ് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n ആർ ക്രോസ് എം ജെ വി എന്ന് വരും. ഇവിടെ ആർ ജെ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്, ചിത്രം കണ്ടതാണ്. സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ജേത്ത് പാർട്ടിക്കിളിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് അല്ലേ? അപ്പോൾ ആർ ജെ ഡാഷ് ക്രോസ് എം ജെ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് കണക്കാക്കുന്ന ആംഗുലാർ മൊമെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പം ദാറ്റ് ഈസ് ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ആണ് ആർ ജെ ഡാഷ് ക്രോസ് എം ജെ വി എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? I0 ഒമേഗ എന്ന് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ഓർ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് I0 ഒമേഗയാണ്. അപ്പോൾ ഈ ടേം I0 ഒമേഗയാണ്. പ്ലസ് ഇവിടെ സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n എം ജെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആർ ക്രോസ് എം ബി എന്ന് കിട്ടും അല്ലേ? ഇത് മൊത്തത്തിൽ എന്താവും? ആർ ക്രോസ് എം ബി ആവും. അപ്പോൾ ഇവിടെ സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n ആർ ജെ ഡാഷ് ക്രോസ് എം ജെ വി I0 ഒമേഗ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ആണ്. സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 ആർ ക്രോസ് എം ജെ വി എന്ന് പറയുന്നത് ആർ ക്രോസ് എം വി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? I0 ഒമേഗ പ്ലസ് ആർ ക്രോസ് എം വി. Therefore, total angular momentum of an object executing motion involving both rotation and translation is given by sum of the angular momentum about its center of mass and angular momentum due to the translation of the center of mass. Okay, L is equal to I0 omega plus R cross MB നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തു. ഇനി നോക്കുക, മോഷൻ ഇൻവോൾവിംഗ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഒരു എക്സാമ്പിൾ ആണ് ഈ റോളിംഗ് വീല്. അതായത് ഒരു വീൽ ഇങ്ങനെ റോൾ ചെയ്ത് പോവുക. റോൾ ചെയ്ത് പോകുമ്പോൾ നോക്കുക, അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഓൺ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്ത് പോകുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ട്രാൻസ്ലേഷനും ഉണ്ട്, അവിടെ റൊട്ടേഷനും ഉണ്ട്. റോൾ ചെയ്ത് പോകുന്ന ഒരു വീലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ നമ്മുടെ വീലിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ വി ആണ്. അതിൻ്റെ റേഡിയസ് ബി ആണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം കേസിൽ റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ വരുന്ന കേസിൽ നമുക്കറിയാം ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എൽ ഇസ് ഈക്വൽ ടു I0 ഒമേഗ പ്ലസ് ആർ ക്രോസ് എം ബി ആണ്. ഇപ്പോൾ നമ്മളത് കണ്ടു അല്ലേ? I0 ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ആണ്. ആർ ക്രോസ് എം ബി എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് രണ്ടും കൂടി സം ചെയ്താൽ മതി. അത് രണ്ടും കാണുക, എന്നിട്ട് സം ചെയ്യുക അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് I0 ഒമേഗ എന്നാണ് നമ്മൾ അവിടെ എഴുതിയത്. ഇവിടെ നമ്മളെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആവുമ്പോൾ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലെയിനിലേക്കായിരിക്കും. ഓക്കെ, ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. ആ ടുവേർഡ്സ് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ റൊട്ടേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ഇവിടെ മൈനസ് I0 ഒമേഗയാണ് വരുന്നത്. ഇതൊരു ഡിസ്ക് പോലെയാണ് അല്ലേ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. mr²/2 ആയിരുന്നു അല്ലേ? ഇവിടെ ആറിന് പകരം ബി ആയതുകൊണ്ട് തന്നെ mb²/2 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ I0 എന്ന് പറയുന്നത് എത്രയാണ്? mb²/2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. I0ൻ്റെ സ്ഥാനത്ത് mb²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റ് എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് എത്രയാവും? മൈനസ് mb²/2 ഇൻറ്റു ഒമേഗ, മൈനസ് mb² ഒമേഗ/2. അപ്പോൾ ആദ്യത്തെ പാർട്ട് കിട്ടി. ആംഗുലാർ മൊമെൻറ്റ് എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് മൈനസ് mb² ഒമേഗ/2 ആണ്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് ദ റൊട്ടേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തത് ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി v, അത് ആർ ക്രോസ് എം വി ആണ് എന്ന് നമുക്കറിയാം.
ഇവിടെ ആർ ക്രോസ് എം വി ചെയ്യുമ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ബി ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ബി ക്രോസ് വി എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷനും നോക്കി നോക്ക്. നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, റൈറ്റ് ഹാൻഡ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനും ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പോൾ അതും മൈനസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ആർ ക്രോസ് എം വി എന്ന് പറയുമ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് ബി ആണ്, മൈനസ് ബി എം വി. ബിയും വിയും പിന്നെ എന്താണ് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ബി വി സൈൻ 90 1 ആയിട്ട് ആ ക്രോസ് ഒക്കെ അവിടുന്ന് പോകും അല്ലേ. ബി വി സൈൻ 90 ബി വി ആണ് വരിക. പിന്നെ ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് ദ റൊട്ടേഷൻ ആയതുകൊണ്ട് മൈനസും വരും. അപ്പോൾ എന്ത് വരും, മൈനസ് എം ബി വി എന്നാണ് ഇത് ചെയ്യുമ്പോൾ കിട്ടുക. വി എന്ന് പറയുന്നത് നമുക്കറിയാം ബി ഒമേഗയാണ് അല്ലേ. വി സി ഈക്വൽ ടു ആർ ഒമേഗ, ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ബി ആയതുകൊണ്ട് ബി ഒമേഗ. അപ്പോൾ എന്ത് വന്നു, മൈനസ് എം ബി ഇൻറ്റു ബി ഒമേഗ, ദാറ്റ് ഈസ് മൈനസ് എം ബി സ്ക്വയർ ഒമേഗ, ദാറ്റ് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ രണ്ടും കിട്ടി, ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് സെൻറ്റർ ഓഫ് മാസും കിട്ടി, ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസും കിട്ടി. അത് രണ്ടും കൂടി സം ചെയ്തതായിരിക്കും ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഇൻ ദ കേസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എക്സിക്യൂട്ടിംഗ് മോഷൻ ഇൻവോൾവിംഗ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ എൽ ഇസ് ഈക്വൽ ടു എത്ര വരിക, മൈനസ് എം ബി സ്ക്വയർ ഒമേഗ ബൈ 2 പ്ലസ് മൈനസ് എം ബി സ്ക്വയർ ഒമേഗ, ദാറ്റ് ഈസ് മൈനസ് എം ബി സ്ക്വയർ ഒമേഗ. അത് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എം ബി സ്ക്വയർ 2 ഇൻറ്റു മൈനസ് എം ബി സ്ക്വയർ ഈസ് മൈനസ് 2 എം ബി സ്ക്വയർ, മൈനസ് എം ബി സ്ക്വയർ ഒമേഗ മൈനസ് 2 എം ബി സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 3 എം ബി സ്ക്വയർ ഒമേഗ ബൈ 2 എന്ന് കിട്ടും അല്ലേ. എൽ ഇസ് ഈക്വൽ ടു മൈനസ് 3 എം ബി സ്ക്വയർ ഒമേഗ ബൈ 2 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, എം എന്താണ്, മാസ് ഓഫ് ദ വീലാണ്, ബി റേഡിയസ് ഓഫ് ദ വീലാണ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റൊട്ടേഷൻ ആണ് അല്ലേ. ദാറ്റ് ഈസ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദിസ് റോളിംഗ് വീൽ. ഓക്കെ, മോഷൻ ഇൻവോൾവിംഗ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അതിൻ്റെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ഡ്രം റോളിംഗ് ഡൗൺ എ പ്ലെയിൻ. അതായത് ഇവിടെ ഒരു പ്ലെയിന് തന്നിട്ടുണ്ട്, ആ പ്ലെയിനിലൂടെ ഒരു ഡ്രം ക്യാപിറ്റൽ എം മാസ് ബി റേഡിയസ് ഉള്ള ഒരു പ്ലെയിന് എ ആക്സലറേഷനോട് കൂടിയിട്ട് അല്ലേ, ഇതവിടെ എ ആക്സലറേഷനോട് കൂടി ഇങ്ങനെ ഡൗൺ ഈ പ്ലെയിനിൽ കൂടെ അങ്ങനെ താഴത്തേക്ക് ഉരുണ്ട് വരികയാണ്, റോൾ ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് പോയിന്റ് ഓഫ് കോൺടാക്ട്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ പോയിന്റ് ഓഫ് കോൺടാക്ട് ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യം ഇവിടെ കോൺടാക്ട് ചെയ്യുന്ന ആ ഒരു സർഫസ് ഒരു നോർമൽ ഫോഴ്സ് അല്ലേ, അത് പ്രയോഗിക്കാൻ നോർമൽ ഫോഴ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഞാൻ W എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നോർമൽ ഫോഴ്സിൻ്റെയും ഡബ്ല്യുവിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ W എന്ന് പറയുന്ന അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ ആണ്, W വെയിറ്റ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ റിസോൾവ് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ അതിന് രണ്ട് കമ്പണൻസ് വരും. ഇവിടെ ഈ ഡയറക്ഷനിൽ ഒരു കമ്പണൻറ്റ് വരും, അതെന്താ വരിക, W സൈൻ തീറ്റ, അത് W സൈൻ തീറ്റ എന്നും വരും. ഇവിടെ ഈ നോർമൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ അല്ലേ W കോസ് തീറ്റയും വരും. അപ്പോൾ ഇവിടെ നോക്കി നോക്കി, W കോസ് തീറ്റ ഈ നോർമൽ ഫോഴ്സിന് എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ഇതിന് ആ ഒരു ഡയറക്ഷനിൽ അല്ലേ ഇങ്ങനെ ഒരു മോഷൻ ഉണ്ടാവില്ല, ഈ പ്ലെയിനിലൂടെ അങ്ങനെ റോൾ ചെയ്ത് വരിക മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോർമൽ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ W കോസ് തീറ്റ. ഇനി ഈ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, അതായത് ഈ W സൈൻ തീറ്റയുടെ ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ റോൾ ചെയ്ത് പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് F അതിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, ഈ പ്ലെയിനിൽ അനോങ് ആയിട്ട് ഇതിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് W സൈൻ തീറ്റ മൈനസ് F എന്ന് എടുക്കാം. ഓക്കെ, W സൈൻ തീറ്റ മൈനസ് F. എ ആക്സലറേഷൻ ആയതുകൊണ്ട് മറ്റു രീതിയിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ആ ഇതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ MA ആണ് വരിക, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് W സൈൻ തീറ്റ മൈനസ് F ആണ് ഇതിൽ അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ആ പ്ലെയിൻ സർഫസിൽ ഇതിൽ അനുഭവപ്പെടുന്ന ആ ഇൻക്ലൈൻഡ് സർഫസിൽ ഇതിൽ അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ്, ഈ ഫോഴ്സുകൾ അല്ലേ, ഈ ഫോഴ്സ് കമ്പോണൻറ്റുകൾ നോക്കുമ്പോൾ W സൈൻ തീറ്റ മൈനസ് F ആണ് വരുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് MA ആണ്, രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. MA is equal to, അപ്പോൾ നമുക്ക് W സൈൻ തീറ്റ മൈനസ് F കിട്ടുന്നു. ഇനി നോക്കുക, ഇവിടെ ആംഗുലാർ ആക്സലറേഷൻ ആൽഫയാണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോർക്ക് എത്ര വരിക, അങ്ങനെ റോൾ ചെയ്യുന്ന ഈ പിന്നെ ഡ്രമ്മിൻ്റെ ടോർക്ക് നമുക്കറിയാം, ടോസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ ആണ്. ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്, ഈ സെൻറ്റർ ഓഫ് മാസിനെ എബൌട്ട് ആയിട്ടാണല്ലോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് നമുക്ക് I0 എന്ന് കൊടുക്കാം അല്ലേ. I0 ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ ആൽഫ, ഇതായിരിക്കും ടോർക്ക്. I0 ആൽഫ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. F is equal to m ൻ്റെ റൊട്ടേഷണൽ ലോക്കസ് ഇക്വേഷൻ ആണ്.
ഐ ആൽഫ അല്ലേ. ഇവിടെ I0 ആണ്, കാരണം റൊട്ടേറ്റിംഗ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ I0 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് I0 ആൽഫ ആയിരിക്കും ടോർക്ക്. ഇനി മറ്റു രീതിയിൽ നമ്മൾ ടോർക്ക് കാണുമ്പോൾ R ക്രോസ് F ആണ് ടോർക്ക്. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് B ആണ്, പിന്നെ F എന്ന് പറയുന്നത് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നത് അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ബിയും എഫും R ക്രോസ് F ചെയ്യുമ്പോൾ B ക്രോസ് F ഇത് എപ്പോഴും എന്തായിരിക്കും എന്നുള്ളതാണ്. ബി ഇത് ഇങ്ങനെയാണ്, ഇതും ബി ആണ് അല്ലേ. അപ്പോൾ ബിയും എഫും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ B ക്രോസ് F ചെയ്യുമ്പോൾ നമുക്ക് BF sin 90 ആണ് കിട്ടുക. BF sin 90 BF ആണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ടോർക്ക് കാണുമ്പോൾ നമുക്ക് BF ആണ് കിട്ടുക. അപ്പോൾ I0 ആൽഫ is equal to BF. അപ്പോൾ അതിൽ നിന്ന് F കിട്ടും, ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് I0 ആൽഫ ബൈ B എന്ന് കിട്ടും അല്ലേ. ഇനി ഇവിടെ ഈ എഫിൻ്റെ സ്ഥാനത്ത് അപ്പോൾ എനിക്ക് എന്ത് കൊടുക്കാം, I0 ആൽഫ ബൈ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ 1-ൽ. അപ്പോൾ MA is equal to എന്ത് വരുന്നു, W sin തീറ്റ മൈനസ് I0 ആൽഫ ബൈ ബി. എഫിൻ്റെ സ്ഥാനത്ത് I0 ആൽഫ ബൈ ബി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് I0 ഇതൊരു ഡിസ്ക് പോലെയാണ്. R റേഡിയസ് ഉള്ള ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം mr²/2 ആണ്. ഇവിടെ പക്ഷേ B ആണ്. അപ്പോൾ എന്തൊരു mb²/2 ആണ് I0 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. പിന്നെ നമുക്ക് V is equal to R ഒമേഗ, ഇവിടെയാണെങ്കിൽ V is equal to B ഒമേഗ എന്ന് വരും അല്ലേ. അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും, V ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A ആവും അല്ലേ. B അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഒമേഗനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് A is equal to B ആൽഫ എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. A is equal to B ആൽഫ. അപ്പോൾ അത് നമുക്ക് ആൽഫ ആംഗുലർ ആക്സലറേഷൻ A/B എന്നാണ് കിട്ടുന്നത്. A ആക്സലറേഷൻ ആണ്, B റേഡിയസ് ഓഫ് ദ ഡ്രം ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് സംഗതികൾ I0 is equal to mb²/2 ആൽഫ is equal to A/B നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ MA is equal to നമുക്ക് എന്ത് കിട്ടുന്നു, W sin തീറ്റ മൈനസ് I0ൻ്റെ സ്ഥാനത്ത് mb²/2 കൊടുക്കുന്നു ഇൻറ്റു ആൽഫയുടെ സ്ഥാനത്ത് A/B, പിന്നെ താഴത്തെ എന്തുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു B കൂടിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ടേമിൽ ഇവിടെ B² വരുന്നു, ഇവിടെ B × B² രണ്ടും കട്ട് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ MA is equal to എന്ത് കിട്ടുന്നു, W sin തീറ്റ മൈനസ് MA/2 എന്ന് കിട്ടുന്നു. W ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, വെയിറ്റ് ആണ്, അത് എത്രയാണ്, mg ആണ് വരിക അല്ലേ. W is equal to mg ആണ്. അപ്പോൾ MA is equal to എന്ത് വരുന്നു, mg sin തീറ്റ മൈനസ് MA/2 എന്ന് വരുന്നു. അപ്പോൾ നോക്കി നോക്ക്, ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും M ഉണ്ട്. ആ എമ്മുകൾ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ M നമുക്ക് എന്ത് കിട്ടും, A is equal to G sin തീറ്റ മൈനസ് A/2 എന്ന് കിട്ടും അല്ലേ. ഈ മൈനസ് A/2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ G sin തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടുന്നു, A + A/2, ദാറ്റ് ഈസ് G sin തീറ്റ ഈക്വൽ ടു 3A/2 എന്ന് കിട്ടും അല്ലേ. ഇനി നോക്കി നോക്ക്, ഇവിടെ A എന്നുള്ളത് ഇവിടെ നിർത്തി, ഈ 3/2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് റെസിപ്രോക്കൽ ആവും, 2/3 ആവും. അപ്പോൾ A is equal to നമുക്ക് എന്ത് കിട്ടുന്നു, 2/3 G sin തീറ്റ എന്ന് കിട്ടുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, A is equal to 2/3 G sin തീറ്റ എന്നാണ് കിട്ടുന്നത്. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്, ആക്സലറേഷൻ ഓഫ് ദ ഡ്രം റോളിംഗ് ഡൗൺ എ പ്ലെയിൻ അല്ലേ. ഈ പ്ലെയിനിലൂടെ റോൾ ചെയ്ത് പോകുന്ന ഈ ഡ്രമ്മിൻ്റെ ആക്സലറേഷനാണ് A. G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. തീറ്റ എന്ന് പറയുന്നത് ആ നോർമൽ ഫോഴ്സിൻ്റെയും ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെയും അല്ലെങ്കിൽ നോർമൽ ഫോഴ്സിൻ്റെയും നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. ആംഗിൾ ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ ഫോഴ്സ് ആണ് തീറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്കി, ആക്സലറേഷൻ ഓഫ് ദ ഡ്രമ്മിനെ സ്വാധീനിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും പിന്നെ ആ പെർട്ടിക്കുലർ ആംഗിളും മാത്രമേ ഉള്ളൂ. മാസോ റേഡിയസോ ഒന്നും ഇവിടെ ആക്സലറേഷൻ ഓഫ് ദ ഡ്രം റോളിംഗ് ഡൗൺ എ പ്ലെയിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഇൻവോൾവിംഗ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം L is equal to I0 ഒമേഗ പ്ലസ് R ക്രോസ് MB ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ശേഷം നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു അല്ലേ. രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, വീൽ റോളിംഗ് അല്ലേ, ഒരു റോൾ ചെയ്തു പോകുന്ന വീലിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. രണ്ടാമത് നമ്മൾ ഈ പറയുന്ന ഡ്രം റോളിംഗ് ഡൗൺ എ പ്ലെയിനും ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നന്നായിട്ട് നോക്കുക. താങ്ക് യു.